അതെ 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 നിങ്ങളെയാ. ഇതെന്താ വിളിച്ചിട്ട് എണീക്കാതെ? അതെ അതെ ഒന്ന് എണീക്കോ? എണീക്കോ, അവിടെ നിങ്ങളെ വിളിക്കുന്നുണ്ട്. സുന്ദരി, സുന്ദരി, ഇത് നീയല്ലേ സുന്ദരി? എന്റെ അമ്മോ, ഇത് സ്വപ്നമല്ലായിരുന്നോ? സോറി സുന്ദരി, ഞാൻ സത്യമായിട്ടും ഇത് സ്വപ്നമാണെന്നാണ് കരുതിയത്. സത്യമായിട്ടും എന്നെ തെറ്റിദ്ധരിക്കുക. എന്റെ മോൾ അടിച്ചത് തെറ്റാണ്, പക്ഷെ അവൻ ചെയ്തതും തെറ്റ് തന്നെയല്ലേ? തെറ്റ് തന്നെയാണ് ചിന്നയ്യ. ഞാനും അവനോട് അതാണ് ചോദിച്ചത്. എന്നോട് അവൻ ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കണം. മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ട്. അമ്മയുടെ അച്ഛന്റെ സ്നേഹം അറിയാത്ത പയ്യന. അവനെല്ലാം ഞാനിവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടല്ല വന്നത്, ഇവന്റെ കുടുംബത്തിലെ ഒരു കാരണവരായിട്ടാണ്. നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ. അവളെ പറഞ്ഞയക്കണമെങ്കിൽ നിങ്ങളുടെ മോൾ ഒരു സ്വർണമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വർണമാണെങ്കിൽ അകത്ത് വെക്കണം, അപ്പൊ സുരക്ഷിത കിട്ടും. കല്യാണമായ പെണ്ണിനെ വീട്ടിൽ വയ്ക്കും തോറും ഭാരം കൂടത്തേ ഉള്ളൂ. അദ്ദേഹത്തിന് സിഗരറ്റ് വലിയും വെള്ളമടിയും ഉണ്ട്. നിർത്തി. കല്യാണം കഴിഞ്ഞ നിർത്തിക്കോളാം. അവന്റെ ഒരു പെർഫോമൻസ് വിശ്വസിക്കുന്നില്ലേ? പ്രോമിസ് ആയിട്ടും. ഇതിനേക്കാളും വലിയൊരു വാക്ക് എനിക്ക് പറയാൻ അറിയില്ല. എന്റെ അമ്മ, ഇതെന്തത്? ചിരിയോടെ വെൽക്കം ചെയ്യുന്നു. പേടിയൊക്കെ മാറി. മൂഡ് നല്ലതാണെന്ന് തോന്നുന്നു. ചോദിക്കാം, തെറ്റില്ല. എന്തുപറ്റി ഇവിടെ തന്നെ നിന്നോളഞ്ഞത്? ബേസിക്കലി ഞാൻ ബാച്ചിലർ ആയിരുന്നപ്പോ ഞാൻ തന്നെ പോയാണ് കോഫി ഉണ്ടാക്കി കുടിച്ചിരുന്നത്. അത് ഇപ്പോ കല്യാണമായതുകൊണ്ട് നീ ഉണ്ടാക്കി തരുവാണെങ്കിൽ ഞാൻ കുടിക്കാം. എൻ്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾ കുളിച്ചിട്ട് വാ, ഞാൻ ഉണ്ടാക്കി വെക്കാം. ഇന്ന് രാത്രി ഗ്യാരണ്ടിയാ
പതിയെ പതിയെ ഈ വീട് പരിചയമായിക്കോളും. ഇത്രയും കാലം ബാച്ചിലർ ലൈഫ് കൊല്ലുകാരുന്നടാ. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ കംഫർട്ടേ വേറെയാ. ഭാര്യ കോഫി കൊണ്ടുവരുന്നു, നമ്മൾ കുടിക്കുന്നു. ആഹാ. എന്തായാലും ആരോഗ്യമായിട്ടിരിക്കണമെങ്കിൽ കല്യാണം കഴിക്കണം. ആ, അത്രേ ഉള്ളൂ. ഈ സമയത്ത് ആരാടാ? ഹേയ്, ഹായ് നിതേഷ്. എന്താടാ ഈ വഴിക്ക്? വേഗം അകത്തേക്ക് കയറി, ഇല്ലെങ്കിൽ കൊതുക് കയറും. ബ്ലഡി മസ്കിറ്റോസാ? ഒന്നുമില്ല ബ്രോ, വീട്ടിലുള്ള ഗെയിംസ് ഒക്കെ കളിച്ചു തീർന്നു. എല്ലാം ബോറടിച്ചു. നിന്റെ വല്ല ഗെയിംസ് ഉണ്ടെങ്കിൽ വാങ്ങാനാ വന്ന. ഞാൻ തന്നെ ഓഫീസ് ടെൻഷനിൽ ഗെയിം ഒന്നും കളിക്കാറില്ല. എല്ലായിടത്തും മുകളിൽ വെച്ചിട്ടുണ്ട്. ശരി, കൊണ്ടുവരാം. സുന്ദരി, ഇവന്റെ പേര് നിതേഷ് എന്നാണ്. താഴത്തെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇവനൊരു ഗെയിമറാണ്. ഒരു റിസർച്ചിലാണ് പുതിയൊരു ഗെയിം കണ്ടുപിടിക്കാൻ. ശരി, നീ ഇരിക്കടാ, ഞാൻ എടുത്തോണ്ട് വരാം. ഹായ് ചേച്ചി. എന്താടാ? താങ്ക്സ് ബ്രോ. ആഘോഷിച്ചു. ആഘോഷിക്കേണ്ടത് ഞാനല്ല ബ്രോ, നിങ്ങളാണ്. എന്തിനാടാ? മാഡം സാധാരണ കാര്യമല്ല കേട്ടോ. ഞാൻ വിചാരിച്ചത്. ഇത്രയും ദിവസം എല്ലാരും കൂടെ ഉണ്ടായിരുന്നിട്ട് സഡൻ ആയിട്ട് ഒറ്റയ്ക്കായപ്പോൾ ബോറടിക്കുന്നുണ്ടാവും അല്ലേ? ശരി, ബാ, നമുക്ക് ഒരുമിച്ചിരുന്ന് TV കാണാം. ബാ. എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്റെ അമ്മേ! പെൻഡ്രൈവ് അതിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അത് പിന്നെ ഇത്രയും ദിവസം ഒറ്റയ്ക്കായിരുന്നില്ലേ, അതുകൊണ്ടാ. യൗവനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇനി അതിന്റെ ആവശ്യമില്ല. എന്താന്ന് വെച്ചാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? ആ, കല്യാണം കഴിഞ്ഞു. സാർ, അന്ന് ഞാൻ ചൂടായത് സാറിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് കാണൂല്ലേ? എന്റെ ഭാര്യയോടുള്ള സ്നേഹം കാരണമാണ് അങ്ങനെ സംസാരിച്ചത്. അതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് എന്നെ ജോലി വിട്ട് പറഞ്ഞയക്കുമെന്ന് ഞാൻ കരുതി. പ്രഭു, നിന്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ നീ വിളിച്ച ഉടനെ ഞാൻ നിന്റെ വീട്ടിൽ വരുമോ? അന്ന് ഞാനൊരു കോംപ്ലിമെന്റ് തന്നു, അത്രേ ഉള്ളൂ. എന്നുവെച്ച് നിന്റെ ജോബ് പോകാൻ ഞാൻ കാരണമല്ല. ഒരു വലിയ കമ്പനിക്ക് നിന്റെ കോഡിംഗ് ടെസ്റ്റിംഗ് അയച്ചിരുന്നു. അവിടെ ഒരു ചെറിയ എറർ വന്നു, അതുകൊണ്ടാണ് നിന്നെ പറഞ്ഞയച്ചത്. സാർ, എന്തെങ്കിലും ചെയ്ത് എന്നെ വീണ്ടും ജോലിക്കെടുക്കുമോ സാർ? പ്രഭു, ദിവസം നിന്റെ കാര്യം ഞാൻ സംസാരിക്കാറുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എന്നാ കഴിക്കൂ. ഹാൻഡ് വാഷ് എവിടെ? അതോ അവിടെ കിച്ചണിലുണ്ട്. ഞാൻ വാഷ്റൂം വരെ പോയിട്ട് വരാം. ഓക്കെ.
ഹാൻഡ് വാഷ് എവിടെ? ആ അവിടെ കിച്ചണിലുണ്ട്. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ആ, ഓക്കേ. ചേട്ടാ, എന്ത് പറ്റി? എന്താ എനിക്ക് എന്തോ പേടിയാവുന്നു. പേടി? എന്താ നിന്റെ വീട്ടുപേരാണോ? എപ്പോ നോക്കിയാലും പേടിയാണെന്ന് പറഞ്ഞിട്ട്. സാർ വരി സാർ. ഓക്കെ.